ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇന്ത്യൻ 2-ൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഇന്നലെ നൈറ്റ് ആണ് ഇന്ത്യൻ 2 കാണാൻ പോയത്. ഹൈലി നെഗറ്റീവ് റിവ്യൂസ് കേട്ട് ഇപ്പോൾ ഈവൻ ക്രിറ്റിക്സ് ആയാലും ഓഡിയൻസ് ആയാലും പിന്നെ യൂട്യൂബേഴ്സ് ആയാലും ഫുള്ളി നെഗറ്റീവ് റിവ്യൂസാണ് ഈ പടത്തിന് പറഞ്ഞത്. ഈ നെഗറ്റീവ് റിവ്യൂസ് ആയിട്ട് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട്, പോസിറ്റീവ് റിവ്യൂസ് കേട്ട് പോയിട്ട് ഇഷ്ടപ്പെടാത്ത പടങ്ങളുണ്ട്. ഈ ഫിലിം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി അവർ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പം ഞാൻ മൂവി കാണാൻ പോയി, കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റിവ്യൂവേഴ്സും ക്രിറ്റിക്സും പിന്നെ അതേപോലെ തന്നെ ഓഡിയൻസൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. പടം നെഗറ്റീവാണ്, മോശമാണ്, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അങ്ങോട്ട് ഇഷ്ടമായില്ല എന്നുള്ളതാണ് കാര്യം. ഈ സിനിമയെ കുറിച്ച് പറയാം. ഈ സിനിമയെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ഈ സിനിമയുടെ അനൗൺസ്മെന്റ് ഡേറ്റ് അനൗൺസ് ചെയ്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഇന്ത്യൻ 2-ൽ ഇപ്പോഴത്തെ കാലഘട്ടമാണ് കാണിക്കുന്നതെന്ന്. അപ്പം തന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് ഇന്ത്യൻ 1 1996 എടുത്ത പടമാണ്. ആ സമയത്ത് തന്നെ സേനാപതി എന്ന ക്യാരക്ടർ ഭയങ്കര ഏജ് ആയിട്ടും നടക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ആ പടത്തിൽ കാണിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിനെ ഈ 2024 വരുമ്പോൾ ഏജ് കുറഞ്ഞത് 108 കാണും. അപ്പം അത് എനിക്ക് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആയിരുന്നില്ല അത് കേട്ടപ്പോൾ തന്നെ. പിന്നെ ട്രെയിലർ വന്നപ്പോഴും എനിക്ക് കാരണം 108 വയസ്സുള്ള ഒരാൾ കാണിക്കുന്ന പോലെയല്ല ട്രെയിലറിലും കണ്ടത്. അപ്പം അതിന് ശങ്കർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ 108 വയസ്സുള്ളൊരു കുങ്ഫു മാസ്റ്റർ ഉണ്ട്, ആളിപ്പോഴും ഭയങ്കരമായിട്ട് എനർജറ്റിക് ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി സിനിമയിലോട്ട് വരുമ്പോൾ ഈ പടം ഈ സെക്കൻഡ് പാർട്ട് ഇന്ത്യൻ 2 എന്ന സെക്കൻഡ് പാർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ 2000-ലോ അല്ലെങ്കിൽ 2005-ലോ എടുക്കണമായിരുന്നു. ഈ 2024 എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശങ്കറിൻ്റെ പടങ്ങളായിക്കോട്ടെ, ജെന്റിൽമാൻ, മുതൽവൻ, അന്യൻ, ശിവാജി, ഈ 4 പടത്തിൻ്റെ തീം സെയിമാണ്. പക്ഷേ ഈ 4 പടം എടുത്തങ്ങനെ സ്റ്റൈല്, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, പിന്നെ സ്ക്രിപ്റ്റ് അതൊക്കെ വേറെ സ്റ്റൈലിലാണ് എടുത്തേക്കുന്നത്. അതായത് നമുക്കത് ഭയങ്കര എൻ്റർടൈനിങ് ആയി തോന്നി. ഈ 4 പടങ്ങളും തീം സെയിം തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, സെയിം കറപ്ഷൻ തന്നെ. പക്ഷേ ഈ ഇന്ത്യൻ 2 സെയിം സ്റ്റോറി തന്നെയാണ് വെച്ചേക്കുന്നത്, സെയിം സ്റ്റോറി, ഒരു മാറ്റമില്ലാതെ തന്നെ വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊരു 90s എടുക്കാന്ന് വെച്ചാൽ പടം പിന്നെയെങ്കിലും ഒന്ന് ഒരു ആവറേജ് ടു എബോ ആവറേജ് കിട്ടിയതായിരുന്നു. ഇതിപ്പോൾ ഡിസാസ്റ്റർ ആൻഡ് നെഗറ്റീവ് റിവ്യൂ വരാനുള്ള മെയിൻ കാരണം സെയിം തീം തന്നെ ഭയങ്കര ലാഗോടെ ഭയങ്കര ക്രിഞ്ചായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഈ പടത്തിന്റെ ആദ്യം നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫസ്റ്റിലെ കുറെ മാസ് സീൻസ് ഉണ്ട്, പ്രത്യേകിച്ച് മർമ്മം. അത് പക്കയായിട്ടാണ് ഇന്ത്യൻ 1 കാണിച്ചിരിക്കുന്നത്. മാസമായിട്ട് ഇങ്ങനെ മർമ്മം ശരിക്കും മാസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പടത്തിലോട്ട് വരുമ്പോൾ അത് കോമഡി ആയിരിക്കും. ഏറ്റവും നല്ല മാസ് സീനായിട്ട് കാണിക്കേണ്ട ഈ മർമ്മം ആട്ടം കോമഡി ആയിട്ടാണ് ഈ പടത്തിൽ കാണിച്ചത്. തിയേറ്ററിലെ കാര്യങ്ങൾ ചിരിക്കരുത്. ഇത് കോമഡി ആക്കിയതാണോ അല്ലെങ്കിൽ ഇത് നമുക്ക് സീരിയസ് ആയ സീൻ നമുക്ക് കണ്ട് കോമഡി തോന്നിയതാണോ എന്നറിയില്ല. എനിക്ക് മാത്രമല്ല, ഫുൾ ചിരിയായിരുന്നു ഈ മർമ്മത്തിന്റെ കാര്യം കാണിക്കുമ്പോൾ. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഈ മർമ്മം അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ അടി കൊണ്ട ആൾക്കാർ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 പാക്ക് കാണിക്കുന്ന സീനുണ്ട് അവസാനം, അതിനേക്കാളും വലിയ കോമഡി. പിന്നെ ഇലക്ട്രിക് സൈക്കിള്, അതിൻ്റെ ഒരു സീനാണ് ഭയങ്കര ലാഗും ക്രിഞ്ച് സീനാണത്. അത് കഴിഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടിട്ട് മാസ് കാണിക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണിക്കുന്നത് സേനാപതി എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് കേട്ടപ്പോൾ തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. അയ്യോ, ഇത് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി ഇവര് എടുത്തു വെച്ചതാണോ അല്ലെങ്കിൽ ഇവര് സീരിയസ് ആയിട്ട് എടുത്തു വെച്ചതാണോ ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പടം ശരിക്കും എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ പോയത്. ഈ പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം, ഈ പടത്തിലെ 3 ആക്ടേഴ്സ്, അതായത് നെടുമുടി വേണുചേട്ടൻ, വിവേക്, പിന്നെ ഒരു ആക്ടർ ഉണ്ട് തുപ്പാക്കിയിലെ കാജോൾ അഗർവാളിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആക്ടർ മോഹൻ ബാല എന്നാണ് പേരെന്നോണ്ട്. ഇവർ 3 പേരും പടം
ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നു മരിച്ചുപോയി 3 പേരും. ഇവരെ AI കാണിച്ചത് പക്കയായിരുന്നു. പ്രത്യേകിച്ച് വിവേക് ത്രൂ ഓൺ ഈ സിനിമയിലുണ്ട്. നമുക്ക് ഒരു എന്തുകൊണ്ട് ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നിയില്ല. കറക്റ്റ് വിവേക് അഭിനയിച്ച പോലെ തന്നെ തോന്നിയത്. ഇവർ 3 സ്ക്രീനിൽ വരുമ്പോൾ നല്ല കയ്യടിയായിരുന്നു. അതാണ് ഈ പടത്തിലേക്ക് കിട്ടിയ ഏറ്റവും വലിയ കയ്യടി. ഈവൻ കമലഹാസന് പോലും കിട്ടിയിട്ടുണ്ടാവില്ല ഈ 3 പേരുടെ സ്ക്രീൻ പ്രസൻസിൽ ഉള്ള കയ്യടി സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് വിവേകായാലും നെടുമുടി വേണുവായാലും പിന്നെ ഈ പറഞ്ഞ വ്യക്തിയായാലും. അതൊരു പോസിറ്റീവ് കാര്യം. പിന്നത്തെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന്റെ ക്ലൈമാക്സിൽ 3 മിനിറ്റ് ഉണ്ട്. അതായത് ഇന്ത്യൻ 3 ട്രെയിലർ. അത് നല്ല കിട്ടിലനായിരുന്നു, സൂപ്പറായിരുന്നു. ആ ഒരു 3 മിനിറ്റിന് വേണ്ടി ഈ പടം കാണാം. അതൊരു പോസിറ്റീവ് കാര്യമാണ്. കാരണം ഇന്ത്യൻ 3 നമുക്ക് കാണാൻ തോന്നും ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ. ആ ട്രെയിലറിൽ പറയുന്നത് 1806 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ സേനാപതിയുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അത് സൂപ്പറായിരിക്കും. കാരണം ഇന്ത്യൻ 2 ഈ നെഗറ്റീവും ലോസും വേണമെങ്കിൽ ഇന്ത്യൻ 3 ഒരു പിടി. കാരണം ഇന്ത്യൻ 3 അത് കമലഹാസൻ ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഇന്ത്യൻ 2 അല്ല, ഞാൻ ഇന്ത്യൻ 3ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ സിനിമയിൽ ആ 3 മിനിറ്റ് ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത്ര റിച്ച് സെറ്റ് എല്ലാം കൊണ്ടും പക്കയായിരുന്നു ട്രെയിലർ ഇന്ത്യൻ 3. പിന്നെ ഇന്ത്യൻ 3 കാജോൾ അഗർവാളൊക്കെ വരുന്നത്. കാജോൾ അഗർവാളിന്റെ സ്ക്രീൻ പ്രസൻസും പിന്നെ കമലഹാസന്റെ സ്ക്രീൻ പ്രസൻസും ഒക്കെ 3 സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ശരിക്കും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ 2 വേണ്ടായിരുന്നു. ഇന്ത്യൻ 1 1996 കാൾ ക്ലാസിക് മൂവി, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ നേരെ ഇന്ത്യൻ 3 അങ്ങോട്ട് എടുത്താൽ മതിയായിരുന്നു 2024. ഇന്ത്യ ഇടയിൽ ഇന്ത്യൻ 2 എന്നുണ്ട് ഇങ്ങനത്തെ ഒരു ദുരന്ത സിനിമ വേണ്ടായിരുന്നു. അതൊരു ഭയങ്കരമായിട്ടൊരു ഡൗൺഫോൾ ആയിപ്പോയി ശങ്കറിന്റെയും കമലഹാസന്റെയും കരിയറിൽ തന്നെ. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനും ഒരുപാട് ക്രൈസിസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ 3 ഷൂട്ടിങ്ങിന്റെ സമയത്താണെന്ന് തോന്നുന്നു. ക്രെയിൻ മറയ, ക്യാമറ വീണിട്ട് ഒരു 7 പേര് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇഷ്യൂസിൽ പടം കുറെ ഡിലേ ആയി. കോവിഡിന്റെ ഇഷ്യൂ, പിന്നെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മരണപ്പെട്ടു. ഇതൊക്കെ അതിജീവിച്ച് പടം റിലീസ് ചെയ്തത് അത് നല്ല പോസിറ്റീവ് കാര്യമാണ്. ശരിക്കും ഇത് 6 മണിക്കൂറിൻ്റെ ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. അത് കട്ട് ചെയ്തിട്ട് ഇന്ത്യൻ 2 ഇന്ത്യൻ 3 ആക്കിയതാണ്. അത് ഇന്ത്യൻ 2 ഇപ്പം ഇറങ്ങിയത് അട്ടർ ഫ്ലോപ്പാണ്. അത് ഫുള്ളി ഡിലീറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ 3 എടുത്ത് ഇന്ത്യൻ 2 ആക്കി ഇറക്കിയിരുന്നെങ്കിൽ നല്ലതായേനെ. എങ്കിൽ കൂടി ആ ഇന്ത്യൻ 2ന്റെ ക്ലൈമാക്സ് കാണാൻ ആ ട്രെയിലർ മാത്രം മതി ഇന്ത്യൻ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഇന്ത്യൻ 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ത്യൻ 2 ഇപ്പോൾ എന്താ എൻ്റെ അഭിപ്രായത്തിൽ തിയേറ്ററിൽ പോയി കാണണ്ടെന്നേ പറയുള്ളൂ. കാരണം ഇപ്പം തന്നെ തിയേറ്ററിൽ മിനിമം 38 dirhams ആണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. ഈ ഒരു പടത്തിന് അത്രയും, അത് നാട്ടിലത്തെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. ഈ ഒരു പടത്തിന് അത്രയും ചെലവ് ചെയ്ത് പോയി കാണേണ്ട ആവശ്യമുണ്ടോയെന്ന് അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ വേണ്ട കാര്യമില്ല. കാരണം ഇത് ഈ അടുത്ത് തന്നെ OTT വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും, അതായത് കോമൺലി എല്ലാവർക്കും അറിയുന്ന 2 ഡയറക്ടേഴ്സാണ്, ശങ്കറും പിന്നെ നമ്മുടെ രാജമൗലി. ഇവർക്ക് 2 പേർക്കും ഫ്ലോപ്സ് ഇല്ല, ഫുള്ള് ഹിറ്റും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. അതിൽ ഇപ്പം ശങ്കറിൻ്റെ കാര്യം വെട്ടേണ്ടി വരും. കാരണം മിക്കവാറും കൽക്കിയുടെ കൂടിയൊന്നും ഇന്ത്യൻ 2 എന്തായാലും പിടിച്ചേക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ 3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ത്യൻ 2 നഷ്ടപ്പെട്ട ആ പേരും ശങ്കറും കമലഹാസനും കൂടി ഇന്ത്യൻ 3 തിരിച്ചെടുക്കുന്നു 100% വിശ്വസിക്കുന്നു. അതോടുകൂടി എൻ്റെ റിവ്യൂ നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ. ഇനി അടുത്ത റിവ്യൂ ആയിട്ടും കാണുന്നവരെ ബൈ.